കർക്കിടക മാസം 26-ാം ദിവസം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തികൾ ഓർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃത്തവും. കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാഹുതാനും അനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാതിയും ജംഭാര്യമുണ്ടാം നിലിംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും ഉഷ്ടതപോവലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ. നമുക്കിനിയും പുനരെന്തോന്നു നല്ലും ജയിച്ചുകൊള്ളുവാനഹവും. കാലാര്യ തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നി ഉണർന്നിടുമാറിൽ ഉറങ്ങി തുടങ്ങിയിടുവാനുമീ ഇന്ന് 9 നാളെ കഴിഞ്ഞതേയുള്ളൂ. നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജ നിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാരും ഒരുമ്പെട്ടുണർത്തുവാൻ. ആനകതുന്തുവി മുഖ്യവാദ്യങ്ങളും ആന തേർക്കാലാൽ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജകൽക്കന്തം വരുത്തിനാർ. എന്തൊരു വിസ്മയം! കുംഭസഹസ്രം ജലം ചൊരിഞ്ഞേടിനാർ. കുംഭകർമ്മ ശ്രവണാന്തരെ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംയുതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജംബാസമാരംഭരോട് ഉണർത്തിതും സംഭ്രമിച്ചോടിനാർ ആശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നിടിനാൻ. ക്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതും. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഠമായാലിംഗനം ചെയ്തിരുത്തിനാരൂഢമോദം നിജസോദരൻ തന്നെയും. ചിത്തേ ധരിച്ചതിൽ ഓർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നിടും. സോദരി തന്നുടെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസിനെ കൊണ്ടുവന്നു വെച്ചിടിനേൻ. വാരിതിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു. കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും ഇതു മുറിച്ചാഞ്ചിതശ്രമം. കൊല്ലാതെ കൊന്ന യച്ചാനതു കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളണേ എന്നതു കേട്ട് ചൊന്നാൻ കുംഭകർണനും. നന്നു തന്നെത്രയും നല്ലതേ നല്ലുകൾ നല്ലതും തീയതും താനറിയാതവൻ. നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകലും. നന്നതെല്ലാവർക്കുമുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിനു കോപിച്ചു നീ. ആട്ടിക്കളഞ്ഞതു നന്നോർത്തുകാൻ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ. നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ല അല്ലൽ വരുത്തുമാവത്തണയുന്ന നാൾ
കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈദികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷാകാരാദിവേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു. പഥ്യം പറയാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്വയമാത്മാഭിമാനവും ഭാവിച്ചു. മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളൊരമാത്യ ജനങ്ങളിൽ നല്ലതു കാകോളമെന്നതു ചൊല്ലുപോലാൽ അല്ലൽ വിഷമമുണ്ടവർക്കെന്നില്ല ഇല്ലോ. മൂഢരാം മന്ത്രിക ചൊല്ല് കെട്ടിയിടുകിൽ നാടുമായസ്സും കുലവും നശിച്ചുപോം. നാദഭേദം കെട്ടു മോഹിച്ചു ചെന്നു ചേർന്നാദ്യമുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ചലപങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അത്തൽപ്പെടുന്ന വെളിച്ചം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്തു പോക്കുവാൻ ആവതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനതു രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവനെന്നും ആപത്തൊഴിഞ്ഞില്ല നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ നല്ലതല്ലെന്നങ്ങ് അറിഞ്ഞിരിക്കേവലാൽ ചെല്ലുമെന്നിങ്കലൊരുത്തനഭിരുചി പൂർവജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതുമതിൻ വശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേക കോപദേശങ്ങൾ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനുമോർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപഗതമായി വന്നിതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ, മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ, നാനാജഗന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു യോഗമായ ദേവി ചേതസിനി ധരിച്ചിടുകന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ. മന്നവ മുന്നമേ എന്തോരാഞ്ഞതും ഞാനൊരു നാൾ വിശാലയം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായത് നാദരവോടരുൾ ചെയ്യുക മഹാമുനെ. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം ഗുണാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നോട് സാദരം ചൊന്നാൻ ഉദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രനതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞതു മർത്യനാലെന്നിയേ മൃത്യുവെല്ലെന്നത് മുക്തം വിരിഞ്ചനാൽ ഉന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സ്തുത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയം ദശരഥപുത്രനായി വന്നു പിറന്നിനി സന്തതം പുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്ര തീർത്തിടുവനി ത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പന ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗളം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമൾ ഇന്ദീവരദള ശ്യാമളൻ മായാ മനുഷ്യവേഷം കൊണ്ട രാമനെ കായേന വാച മനസ്സാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ. ഭക്തിയല്ലോ സദം മോക്ഷപ്രദായിനി. ഭക്തഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ പങ്കജനേത്രനം വിഷ്ണുവിനെങ്കിലും
സംഖ്യാപതം ചൊല്ലുവാൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലതൊന്നുമേ. നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷകാരണം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്ര ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ഞനാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തു കൊള്ളുന്നിതു സന്തതം. ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിൽകൾ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മന കണ്ടു അച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വകം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയം ഭജിച്ചു കൊള്ളുകാനന്ദമൂർത്തിയെ. സോദരനേവം പറഞ്ഞത് കേട്ടതി ക്രോധം നുഴുത്ത ദശാസ്യനും ചൊല്ലിനാൻ ജ്ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല. ഞാനിന്നു നിർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക. നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനകം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി. ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശുജൻ നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടുള്ള ഉഗ്രം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേരകൂത്തവൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തുങ്കശൈല രാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരം ഇരുമ്പ് കൊണ്ടുള്ള തന്നായുധമായതു ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ട് വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസെ അവൻ ഇവൻ പറകമ്പരത്തോളമുണ്ടയരം അത്ഭുതം. വൻപുള്ള രാക്ഷസനെ അവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. ഇത്തം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാച്ചു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശൻ ഇവനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു എന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൾ. ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭവൽ ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവം അപേക്ഷിച്ചേൻ. ഗഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭീതനായി 4 ആത്യന്മാരുമായി പോന്നു സീതാവതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ല ഇല്ലേതുമേ. ജീവിച്ചിരിക്ക പലകാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ. നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണ പ്രിയൻ എത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനകം. മായാമയം ഈ പ്രപഞ്ചമെല്ലാം